ഇന്നത്തെ വീഡിയോ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നറിയില്ല. ഞാൻ അങ്ങനെ എടുത്ത് തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ തന്നെ ചക്ക പറിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. താഴെ ഒരു വീട്ടിൽ ചക്കയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മ വന്ന് സംസാരിക്കാൻ വന്നേ കേട്ടോ, വീട്ടിലേക്ക് വെറുതെ വന്നേ. അപ്പോൾ പറഞ്ഞു ചക്കയുണ്ട്, നല്ല മൂത്ത ചക്കയാണ്, നമുക്കൊന്ന് പറിച്ചാലോ എന്ന് കരുതി. അങ്ങനെ ഞാനും അമ്മയും ചിമ്പൂട്ടിയും കൂടി പോയിട്ടോ. അമ്പു പിന്നെ സ്കൂളിൽ പോയതുകൊണ്ട് ഞാനും ചിമ്പു അമ്മയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്ക പറിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ചക്ക പറിച്ച് കഴിഞ്ഞു, വെട്ടിയിട്ടോ. ഒരു കഷ്ണം ആരോ കൊണ്ടുപോയി. അപ്പോൾ നല്ല കട്ടിയുള്ള ചുളയാട്ടോ, നല്ല തിന്നാനും നല്ല രസമുണ്ടായിരുന്നു, നല്ല പഞ്ഞി പോലെ ഉണ്ട്. അപ്പോൾ ഇത് പുഴുങ്ങാനാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ പിന്നെ വേണ്ടാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ രണ്ട് വീട്ടുകാരും പകുതി എടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ഓരോ കഷ്ണമൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ പുഴുങ്ങാനൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്കും ഉണ്ടാവില്ല ചക്ക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ചക്ക അവസാനമായിട്ട് പറിച്ചത് അമ്മയാട്ടോ, എൻ്റെ അമ്മയാട്ടോ. അന്നേരം പറയുന്നുണ്ടായിരുന്നു അടുത്ത വർഷം അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം, കാരണം കൂടുതൽ കായ്ക്കുമോ അതോ കുറച്ച് കായ്ക്കാതിരിക്കുമോ കായ്ക്കില്ലയോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ മോൾക്ക് ഒരു ചുളയും കൂടി എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ചക്ക നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഞാനൊരു ചുള, വലിയ ചുളയാട്ടോ, അപ്പോൾ അവൾക്ക് കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പുഴുങ്ങിയതധികം കഴിക്കില്ലെങ്കിലും വറുത്തതും പച്ചയൊക്കെ നന്നായി കഴിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ബാക്കിയുള്ള ചെറിയൊരു കുഞ്ഞു കഷ്ണമായിട്ട് ഞാനും അമ്മയും നേരെ വീട്ടിലേക്കാട്ടോ പോയത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, ഓരോ കഷ്ണങ്ങൾ കൊണ്ടുപോയി, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കുക കേട്ടോ. ചക്ക കിട്ടി കയറ്റം കയറി വരുമ്പോഴേക്കും തളർന്നു പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെയിലുണ്ട്, പക്ഷെ മഴയും വരുന്നുണ്ട്. പെയ്യുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ വെയിലിനനുസരിച്ച് പെയ്യാനാണ് സാധ്യത കൂടുതൽ. വീട്ടിലെത്തിയപ്പോഴേക്കും അതവിടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ തോട്ടി എടുത്തിട്ട് പേരയ്ക്ക പറിക്കുക കേട്ടോ. ഞങ്ങൾ പിന്നെ ഈ പരിസരത്തേക്കേ നോക്കലില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമായ പിന്നെ പേരയ്ക്കൊന്നും അധികം മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് പറിക്കലില്ല. ഈ പക്ഷിയൊക്കെ കൊത്തിയിട്ടിട്ട് വെറുതെ പോവുക കേട്ടോ, പഴുത്ത് വെറുതെ വീണ് പോവുക, ഞങ്ങൾ പറിക്കലില്ല. അപ്പോൾ സണ്ണിച്ചായൻ പറഞ്ഞു രണ്ടെണ്ണം കൊണ്ടുപോട്ടെ, മൂക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോട്ടിയെടുത്ത് പറിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കൂട്ടി എടുത്തു കേട്ടോ. പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയത്ത്. അപ്പോൾ ഞാൻ നന്നായി പൈപ്പ് പിടിച്ചു കൊടുത്ത്. അച്ഛൻ്റെ ഷാമ്പു ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എനിക്ക് ഷാമ്പു തന്നു. അപ്പോൾ ഞാൻ ഷാമ്പു കണ്ടപ്പോൾ ഒന്ന് കഴുകാലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പുറത്തെടുത്തിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മഴച്ചാറ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ മഴച്ചാറ്റിൽ കൊണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ കഴുകുന്നത്. അങ്ങനെ കഴുകി കൊണ്ടിരിക്കുമ്പോൾ അച്ഛനും വന്നു കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ ചുമ്മാ ഒന്ന് വന്ന് നോക്കിയതാണ്. പിന്നെ അച്ഛൻ നല്ല കഴുകലായി. ഞാനും അച്ഛനും കൂടെ ശടപടേന്ന് വേഗം കഴുകി കേട്ടോ. അനിയൻ പിന്നെ വീട്ടിലില്ലാത്തത് കൊണ്ട് സ്കൂട്ടിക്ക് കുറച്ചൊരു സമാധാനം കേട്ടോ. അധികം എൻ്റെ സ്കൂട്ടി ആണെങ്കിലും അധികം എൻ്റെ അനിയനാണ് ഇത് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ അവൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ ഇതിനൊരു സ്വസ്ഥത ഇല്ല കേട്ടോ. പക്ഷെ ആൺകുട്ടികളല്ലേ, പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ കഴുകി വെക്കും, അവൻ കൊണ്ടുപോകും. ഇതാണ് അവസ്ഥ കേട്ടോ. പിന്നെ ഞാനും അച്ഛനും കൂടെ പെട്ടെന്ന് മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കഴുകുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനെന്താക്കി കഴുകിയിട്ട് ഷെഡിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. മോളും അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നു കേട്ടോ. നല്ല വഴുക്കലും തെന്നലൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് മോളുണ്ട് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എന്തായാലും ഞാനും മോളും കൂടെ എടുത്തിട്ട് ഷെഡ് കയറ്റി കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീ കത്തിച്ചു കേട്ടോ. തീ കത്തിച്ചിട്ട് ഞാൻ അരിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. നല്ല വേവുള്ള അരിയാണ്, അപ്പോൾ നേരത്തെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മോള് കരഞ്ഞപ്പോൾ ഞാനും അമ്മ എന്ത് ചെയ്തു, കടയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. കടയിൽ പോകണമെന്ന് കരഞ്ഞപ്പോഴല്ല, ഞങ്ങൾക്കെന്തോ തേങ്ങയോ മറ്റെന്തോ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും ചിമ്പും കൂടെ നടക്കുക കേട്ടോ. മോള് പിന്നെ ഒറ്റയ്ക്ക് കൈയൊന്നും പിടിക്കാതെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ. വണ്ടി വരുമ്പോൾ മാത്രമേ പേടിയുള്ളൂ. പിന്നെ ഞാനും അമ്മയും നടന്നു. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഞങ്ങളെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു പെട്ടിക്കട കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. നല്ല എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം. അരി പിന്നെ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നാട്ടിൽ മേടിക്കുന്നത്. പെട്ടെന്ന് ഓടി എത്താൻ പറ്റിയൊരു കടയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ബാലേട്ടൻ കടയൊന്നും തുറന്നിട്ടില്ല, നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വലഞ്ഞു കേട്ടോ. കുറച്ച് ദൂരം പിന്നെ കടകളൊക്കെ ഉള്ളത്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി കണ്ടിട്ട്, എന്താ അവിടെ എല്ലാവർക്കും സുഖമാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മയും ബാലേട്ടനും കൂടി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോള് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചു. വേറൊന്നും മേടിക്കാനില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.